നമസ്കാരം. സ്വർണ്ണവില കേരളത്തിൽ 57,000-ത്തിനടുത്തെത്തിയിരിക്കുകയാണ്. ഒരു വേള 60,000 എന്ന മാജിക്കൽ സംഖ്യയിലേക്ക് എത്താൻ തുനിഞ്ഞു നിൽക്കുകയായിരുന്നു സ്വർണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വില കുറയുന്നതായിരുന്നു ട്രെൻഡ്. എന്നാൽ ഇപ്പോൾ വീണ്ടും കൂടി വരുന്നതാണ് ട്രെൻഡിനെ വന്നിരിക്കുന്നത്. പ്രവചിക്കാൻ പറ്റാത്ത പല ഘടകങ്ങളും സ്വർണ്ണ വിപണിയിലുണ്ട്. സ്വർണ്ണവില കൂടുമ്പോൾ താല്പര്യം അല്പം മാറ്റിപ്പിടിക്കുകയാണ് ഉപഭോക്താക്കൾ. സമ്പാദ്യമായും അലങ്കാരമായും പ്രതാപമായും കാണിക്കാനുമെല്ലാം സ്വർണം വാങ്ങുന്നവരാണ് മലയാളികൾ. മിക്കവരും ആഭരണമായി ഉപയോഗിക്കാമെന്ന് കരുതിയാണ് വാങ്ങുന്നത്. 22 കാരറ്റ് സ്വർണ്ണമാണ് കേരളത്തിൽ കൂടുതൽ പ്രചാരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതിയിലുള്ള സ്വർണ്ണവിലയാണ് എല്ലാ ദിവസവും വ്യാപാരികൾ പരസ്യപ്പെടുത്താറുള്ളത്. വില കുറഞ്ഞ മറ്റ് സ്വർണ്ണങ്ങളുമുണ്ട്. അതിന്റെ ഗുണവും ദോഷവും അറിയേണ്ടതുമുണ്ട്. 22 കാരറ്റ് സ്വർണം പവന് ഇന്നത്തെ വില വരുന്നത് 56,800 രൂപയാണ്. ഗ്രാമിന് 7,100 രൂപയും. അതേസമയം 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 5,865 രൂപയാണ് ഇന്ന്, അതായത് ഡിസംബർ മാസം 23 നൽകേണ്ടത്. 22 കാരറ്റിന് പകരം 1 പവനാണ് വാങ്ങുന്നതെങ്കിൽ 9,880 രൂപയുടെ ലാഭം ലഭിക്കുന്നതാണ്. 22 കാരറ്റ് സ്വർണത്തിന്റെ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിന് തുല്യമായി 18 കാരറ്റ് സ്വർണത്തിനും വില മാറ്റം സംഭവിക്കാനുണ്ട്. വില കുറവുണ്ട് എന്നതാണ് ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം. മറ്റൊരു കാര്യം പണിക്കൂലിയിലെ ലാഭമാണ്. 5% മുതൽ തുടങ്ങുന്നു ആഭരണങ്ങളുടെ പണിക്കൂലി. വാങ്ങുന്ന സ്വർണത്തിന്റെ 5% പണിക്കൂലിയാണ് മിക്ക ആഭരണങ്ങൾക്കും നൽകേണ്ടത്. ഡിസൈൻ കൂടുമ്പോൾ പണിക്കൂലി കൂടും. സ്വർണ്ണവില കൂടുമ്പോൾ പണിക്കൂലിയിൽ മാറ്റം വരും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിലുള്ള സ്വർണം വാങ്ങുമ്പോൾ പണിക്കൂലിയും കുറയുന്നതാണ്. സ്വർണ്ണവില, പണിക്കൂലി എന്നിവയുടെ 3% നികുതി. കുറഞ്ഞ വിലയുടെ സ്വർണമാണെങ്കിൽ പണിക്കൂലി മാത്രമല്ല GSTയും കുറയും. 75% സ്വർണവും ബാക്കി ചെമ്പോ വെള്ളിയോ ആയിരിക്കും ഈ ക്യാരറ്റിലെ ആഭരണങ്ങൾ നിർമ്മിക്കുക. അതുകൊണ്ട് തന്നെ വേഗത്തിൽ കേടുവരുന്ന ആശങ്കയും വേണ്ട. മികച്ച ഡിസൈനിലുള്ള ആഭരണങ്ങൾ കൂടുതൽ വരുന്നത് 18 കാരറ്റിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് പല ഉപഭോക്താക്കൾക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. ഈ ആഭരണം വിൽക്കുന്ന വേളയിൽ അതിൽ അടങ്ങിയിരിക്കുന്ന സ്വർണത്തിന്റെ അളവിനനുസരിച്ചുള്ള വില കിട്ടും. പ്രമുഖ ജ്വല്ലറികളെല്ലാം 18 കാരറ്റ് സ്വർണത്തിന് പ്രത്യേക കൗണ്ടറുകൾ തന്നെയുണ്ട്. ഈ ഇനം സ്വർണത്തിന് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് എന്നും ജ്വല്ലറി വ്യാപാരികൾ പറയുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ വാങ്ങാൻ മടിക്കുന്നുവെന്ന ചോദ്യത്തിന് 2 കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിലൊന്ന്, മലയാളികൾ അലങ്കാരമായി മാത്രമല്ല സ്വർണ്ണാഭരണത്തെ കാണുന്നത്. 18 കാരറ്റ് സ്വർണം ബാങ്കുകൾ ലോണിന് ഈടായി സ്വീകരിക്കുന്നില്ല എന്നതാണ് വെല്ലുവിളി. എന്നാൽ വില കൂടുകയും ഉപയോഗം വർദ്ധിക്കുകയും ചെയ്താൽ ബാങ്കുകൾ നിലപാട് മാറ്റിയേക്കാം. ഉപഭോക്താക്കൾ അകലാൻ മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തിളക്കം കുറയും എന്നതാണ്. മഞ്ഞനിറം കുറയുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ തിളക്കം കുറയുമെന്ന പ്രചാരണത്തിൽ വസ്തുതയില്ല എന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. ആഭരണമായി അണിയുക എന്നത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഏറ്റവും ലാഭകരം 18 കാരറ്റ് സ്വർണം തന്നെയാണ്.